അപ്പൊ മധുജ മാം വിബാക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അത് ഫോളോ ചെയ്ത് അവസാനം ഞങ്ങളൊരു പെൺകുട്ടിക്ക് വിബാക്കിലൂടെ ജന്മം നൽകി. ഞാൻ സഫ്രാസ്, കണ്ണൂരാണ് സ്ഥലം. ഇതെന്റെ ഭാര്യ. ഞങ്ങൾ ഇവിടെ ആദ്യത്തെ പ്രസവം ഉണ്ടായത് കണ്ണൂർ വെച്ചിട്ടാണ്. നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളും ഇത് സൂപ്രസ് ആവണം, സിസേറിയൻ ആകരുത് എന്നുള്ള ഒരു ആഗ്രഹം വെച്ചാണ് നമ്മൾ അവിടെ പോയത്. പക്ഷെ എന്താ പറയാ, നമ്മൾ അവസാന ഘട്ടത്തിൽ തിയേറ്റർ റൂമിലേക്ക് ഇവള് കയറ്റിയ സമയത്ത് ഒരു നഴ്സ് വന്നിട്ട് ഇതൊരു സിസേറിയാണ് എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് നമ്മൾ മാനസികമായിട്ട് വളരെ വേദന ഉണ്ടായി. ഇപ്പൊ രണ്ടാമത്തെ പ്രഗ്നൻസിന്റെ ടൈമും നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി അത് 2 വർഷത്തിനുള്ളിൽ തന്നെ പ്രഗ്നൻസി ആയിട്ടുണ്ടായിരുന്നു. തന്നെ രണ്ടാമതും സിസേറിയൻ കാര്യങ്ങളായിട്ട് കുടുംബത്തിൽ നിന്നും മറ്റുള്ളതെല്ലാം കുറച്ച് ഒരു സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് ഈ സിസേറിയന് പകരം രണ്ടാമത്തെ സൂപ്രസന്റും മറ്റുള്ളിടത്തുണ്ട് എന്നിങ്ങനെ നമ്മള് പല മീഡിയാസും സോഷ്യൽ മീഡിയയിലും അറിയാൻ കഴിഞ്ഞാൽ അന്വേഷിച്ചാണ് എറണാകുളത്ത് ഈ കിൻഡർ ഹോസ്പിറ്റലിൽ ഈ ഒരു ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ വളരെ ഒരു ആകാംക്ഷയോടുകൂടി തന്നെ കിൻഡർ ഹോസ്പിറ്റൽസ് വരികയും ഡോക്ടർ മധുജയെ നമ്മള് സമീപിക്കുകയും ചെയ്തു. ഈ പ്രസവ സമയത്ത് ഡോക്ടേഴ്സ് ഞാൻ ഇവളെ പ്രസവം കാണാൻ വേണ്ടി എന്നെ വിളിച്ച സമയത്ത് അവരെ കേരിയോടെ ഞാൻ എന്റെ വൈഫിനെ കണ്ടു. അപ്പോ ഞാനവിടെ എന്റെ ഒരു പ്രസന്റ് അവർക്ക് വളരെ ഒരു എന്താ പറയാ, അവൾക്കൊരു കൂട്ടുപോലെയായി. വൈഫ് ഡയറക്റ്റ് നമ്മളെ വൈഫിന്റെ പ്രസവം നമ്മളെ ഈ മോളുടെ പ്രസവമൊക്കെ നമ്മൾ ഡയറക്റ്റ് കണ്ട്, പ്രസവത്തിനാണെങ്കിൽ കിൻഡർ ബെറ്റർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഓക്കെ.